C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇനി പറയ്, ശ്രീലക്ഷ്മി കേട്ടുകൂടാത്ത എന്ത് പ്രശ്നമാണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? ഫിംഗർ പ്രിന്റ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. 99% അത് മിസ്മാച്ചാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് അതല്ല. ശ്രീലക്ഷ്മിയുടെയും കൺമണിയുടെയും ഫിംഗർ പ്രിന്റ്സ് ഒരാൾ മാറ്റിമറിച്ചു. ശ്രീലക്ഷ്മിയുടെ ഫിംഗർ പ്രിന്റ്സിന് പകരം മറ്റാരുടെയോ ഫിംഗർ പ്രിന്റ്സ് ആണ് ടെസ്റ്റ് ചെയ്തത്. രാജാറാം, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ രവി, അത് ചെയ്തിരിക്കുന്ന ആളെയും ഞാൻ കണ്ടു. അത് രാഗസുധയാ. ആ അതെ രവി, അക്ഷരാർത്ഥത്തിൽ ഞാനും ആദ്യം ഒന്ന് ഞെട്ടി. അന്ന് ഈ ഓഫീസിൽ വന്നതുപോലെ തലവഴി ഷോളിട്ട് മറച്ചായിരുന്നു അവളവിടെ എത്തിയത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്ന്. വേറെ ആരും അറിയാതെ ഞാൻ ചെയ്ത ഈ കാര്യം രാഗസുധ എങ്ങനെയാവും അറിഞ്ഞിട്ടുണ്ടാവുക? അവൾ അല്ലെങ്കിൽ അവളുടെ സഹായികൾ ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിടയിൽ തന്നെ അവളെ സഹായിക്കുന്ന ആരോ ഉണ്ട്. അങ്ങനെ നിനക്ക് സംശയം തോന്നുന്നെങ്കിൽ ആ ഒരാളെ നീ കണ്ടുപിടിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലുള്ള ചീപ്പ് കേസുകൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം വേറെയാ. വലിയൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടാനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. എന്നിട്ടും ഇപ്പോഴും ആ ചോദ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇത് ശ്രീലക്ഷ്മിയാണോ കൺമണിയാണോ എന്നുള്ളത്. ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പല ആവർത്തി നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം തന്നെ പലവട്ടം പറയുന്നത് ശരിയാണ്. പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും ബോറടിക്കാതിരിക്കാൻ ഇനി ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഇല്ല, പ്രത്യേകിച്ചും നമ്മൾ തമ്മിൽ. നോക്ക് രാജാറാം, ഈ ലോകത്ത് ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് എൻ്റെ ശ്രീലക്ഷ്മി തന്നെയാണ്. ഹലോ, എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല സർ. എങ്കിൽ തനിക്ക് ആലോചിക്കാനുള്ളൊരു സംഭവം ഞാൻ പറയാം. രാജാറാം പരീക്ഷണാർത്ഥത്തിൽ നടത്തിയ ഫിംഗർ പ്രിന്റ് മാച്ചിങ്ങിന്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വേണ്ട സർ, പറയണമെന്നില്ല. എനിക്കറിയാം അതിന്റെ റിസൾട്ട് എന്താണെന്ന്. ശ്രീലക്ഷ്മിയും കൺമണിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നല്ലേ? അങ്ങനെയല്ല ശ്രീലക്ഷ്മി. സത്യം എന്താന്ന് വെച്ചാ സർ പ്ലീസ്, ഈ ഒരു വിഷയത്തില് സത്യമേത് അസത്യമേത് എന്നുള്ളത് ഒരു മിഥ്യയായി തന്നെ തുടരും. കാരണം ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ആരുടെയും സംശയം മാറില്ലെന്ന് എനിക്കറിയാം. ഞാൻ ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാരും എന്നിൽ അന്വേഷിക്കുന്നത് ഞാനുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെയാണെന്ന് എത്രയോ വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര അന്വേഷിച്ചാലും അവസാനം എത്തി നിൽക്കുന്നത്
കൺമണിയിൽ തന്നെ ആവുകയും ചെയ്യും. ഞാൻ ചെയ്യുന്നതും പറയുന്നതൊക്കെ ചിലപ്പോ നിങ്ങളിലൊക്കെ ശ്രീലക്ഷ്മിയെ ഓർമ്മിപ്പിച്ചേക്കാം. അതിനർത്ഥം ഞാൻ ശ്രീലക്ഷ്മി ആണെന്നല്ല. സാർ എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നൊരു തോന്നല. വേണമെങ്കിൽ എനിക്ക് ഈ ഒരു സാഹചര്യത്തില് ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന് പറയാം. എല്ലാരും വിശ്വസിക്കും, സാർ ഉൾപ്പെടെ. അങ്ങനെ എനിക്ക് കുറെ പൈസയും തട്ടിയെടുക്കാനാവും. പക്ഷേ ഞാനതൊരിക്കലും ചെയ്യില്ല സർ. കാരണം നമ്മൾ തമ്മിലുണ്ടായിരുന്ന നിബന്ധനകളിൽ ഒരു കുറവും വരുത്താതെ സാറിന്റെ ഭാഗം കൃത്യമായി നിറവേറ്റിയ ആളാണ്. അതിലൂടെ എനിക്കും എന്റെ ചേച്ചിക്കും കിട്ടിയത് പുതിയൊരു ലോകവും ജീവിതവുമാണ്. അങ്ങനെയുള്ള സാറിനെ പറ്റിക്കാൻ എനിക്ക് വയ്യ. എങ്കിലും നിങ്ങളുടെ അന്വേഷണം നിർത്താൻ ഞാൻ പറയുന്നില്ല. പ്രൂവ് ചെയ്യേണ്ടത് എന്റെ കൂടി ആവശ്യമായതുകൊണ്ട് ഞാൻ തടയാനും വരില്ല. തൽക്കാലത്തേക്കെങ്കിലും സാർ ശ്രീലക്ഷ്മിയെ മറക്കണം. എന്നിട്ട് കൺമണിയെ സ്വതന്ത്രമായി വിടണം. ശ്രീലക്ഷ്മിയെ മറന്ന് എനിക്കൊരു ജീവിതമില്ല. എങ്കിലും ആ കാര്യവും പറഞ്ഞ് തന്നെ ഇനി ആരും ശല്യം ചെയ്യാൻ വരില്ല. ഉറപ്പ്. താങ്ക് യു സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.